ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ് ബെർണബ്യൂലായതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് 2-1 ജയിക്കുന്നുള്ളതായിരുന്നു ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത പ്രിഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞത്. സ്കോർ ലൈനൊക്കെ കറക്റ്റാ, പക്ഷേ ബയേൺ ജയിച്ചത് എന്നുള്ളൂ. 90 മിനിറ്റുള്ള കളിയിൽ ഏകദേശം ഒരു 65 മിനിറ്റോളം ബയേണിന്റെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ആയിരുന്നു. അതിൽ അവരുടെ പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും അവരുടെ വേ ഓഫ് ഫുട്ബോളും പ്ലേയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷനും ഇതെല്ലാം കാണാനുണ്ട്. ഓക്കെ, റയലിൻ്റെ പ്ലേയേഴ്സിന് എന്താ ചെയ്യേണ്ടി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ അവർ ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയ ഒരു അവസ്ഥ ആയിരുന്നു ആ ഒരു 65 മിനിറ്റ്. ബയേണിന്റെ പ്രസ്സിങ് ആയാലും അവരുടെ അറ്റാക്കിങ്ങിലുള്ള ആ ഒരു ഫ്ലോ ഉണ്ട്. സെൻറ്ററിൽ കൂടെ ആണെങ്കിലും രണ്ട് വിങ്ങിലൂടെ ആണെങ്കിലും എല്ലായിടത്തും ഒരു മെനുണ്ട്. ഓർക്കറിയാം ഒരു അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അതിനു പുറമെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി, എക്സ്പെഷ്യലി കിമ്മിച്ച്, അതുപോലെ ഒലീസയുടെ ഭാഗത്തു നിന്നൊക്കെ വല്ലാത്ത ജാതി ഒരു പെർഫോമൻസ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ആള് കരേരാസിന് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. കളിയുടെ 8-ാം മിനിറ്റിൽ ഉപമക്കാനോക്ക് കിട്ടിയ ആ ഒരു ക്ലിയർ ചാൻസ്, അതുപോലെ റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിൽ വന്ന മിസ് പാസും അതുപോലെ മണ്ടത്തരങ്ങളും ഒക്കെ കാരണം അത്രക്കും ഗോൾ ആകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചാൻസസ് ഇതെല്ലാം കിട്ടിയിട്ടും ബയേൺ ആകെ ഈ ഒരു മാച്ചിൽ 2 ഗോളെ അടിച്ചതുള്ളൂ. അതാണ് റയൽ മാഡ്രിഡിന്റെ മുന്നിലുള്ള ഒരേ ഒരു പോസിറ്റീവ്. ആൻഡ് എംബാപ്പയുടെ ആ ഒരു ഗോൾ, അതായത് ഈ ഒരു മാച്ചിൽ ഒരൊറ്റ ഗോളിന്റെ ഡിഫറൻസേ ഉള്ളൂ എന്നുള്ളതാണ് റയലിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് ആ ഒരു ഫൈനൽ 30 മിനിറ്റ്സിലെ ബെല്ലിങ്ങാമൊക്കെ ഇറങ്ങിയതിന് ശേഷം അവർ കളിച്ച ആ ഒരു കളിയുണ്ട്. ബയേണിനെ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഞങ്ങൾക്കും കളിക്കാൻ അറിയാമെന്ന് കാണിച്ച ആ ഒരു കുറച്ച് മിനിറ്റ്സ്, ആ 30 മിനിറ്റ്സ് കണ്ടപ്പോഴാട്ടോ സെക്കൻഡ് ലെഗിൽ റയലിന് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ്, ആ ഒരു UCL ലെഗസി, ഞങ്ങളെ 15 ചാമ്പ്യൻസ് ലീഗ്, ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് റയൽ ചാമ്പ്യൻസ് ലീഗ് നടത്തുന്ന ഒരു സർപ്രൈസിങ് ജയങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ബയേണിനെതിരെയും ഉണ്ടാവാം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തന്നത് ആ ഒരു 30 മിനിറ്റ് മാത്രം. പക്ഷേ ബയേൺ ഫസ്റ്റ് ഹാഫിലൊക്കെ കളിച്ച ആ ഒരു ഡോമിനേറ്റിംഗ് ഫുട്ബോൾ, അതായത് പന്ത് റയലിന് കൊടുക്കണില്ല എന്ന് മാത്രമല്ല, റയലിന് കിട്ടിയാൽ പോലും ഓരോരു മറ്റേ PSG കഴിഞ്ഞ സീസണിൽ നടത്തിയ പോലെ ഒരു പ്രസ് പോലൊരു സാധനമൊക്കെ ചെയ്യണ്ടേനോ, അതെല്ലാം കൂടെ ഒക്കെ വെച്ച് റയലിനെ വരിഞ്ഞു മുറുകിയ ഇറ്റ്സ് ഓവർ. ഞാൻ കണ്ട വേറൊരു കോമഡി എന്തിനെന്നറിയോ, ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിലൊക്കെ റയൽ മാഡ്രിഡ് എന്താ പറയാ, നമ്മൾ ഈ ബസ് പാർക്കിംഗ്, ലോ ബ്ലോക്ക്, ആ ഒരു ടൈപ്പ് ഓഫ് കളി കളിച്ചത്. എംബാപ്പയും വിനിയും വരെ അത്രക്കും ഡീപ്പായിട്ട് ഇറങ്ങി വന്ന് ടീമിനെ ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യാനൊക്കെ നോക്കി. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ വന്ന്. മാനുവൽ ന്യൂയർ 40 വയസ്സെന്തോ ആയിട്ടോ ഈ മാച്ചിൽ കിഡിലൻ പെർഫോമൻസ്. വിനിയുടെ 1v1 സിറ്റുവേഷൻ ആൾ ഹാൻഡിൽ ചെയ്ത വിധമായാലും, എംബാപ്പയുടെ 1-2 ആംഗിൾഡ് ഷോട്ട്സ് ബ്ലോക്ക് ചെയ്തതായാലും സേവ് ചെയ്തതായാലും, എടാ ആള് സ്വന്തമായിട്ട് വരുത്തിയ കുറച്ച് എറേഴ്സ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത്, അത് മാറ്റി നിർത്തിയ കിഡിലൻ പെർഫോമൻസ്. മാഡ്രിഡിന്റെ ഭാഗത്ത് എംബാപ്പി ആൻഡ് ട്രെൻഡിന്റെ ഡിഫെൻസീവ് എബിലിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും കുറേ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അറ്റാക്കിംഗ് വൈസ് ആളുടെ കാലിൽ നിങ്ങൾ പന്ത് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് സാധനം ആളുണ്ടാക്കും. പാസിംഗ് ആയാലും ക്രോസിംഗ് ആയാലും റണ്ണിങ് ആയാലും. അപ്പോൾ എംബാപ്പെ ആൻഡ് ട്രെൻഡ് അവരിനിയും കൂടുതൽ ബോൾസ് ടച്ച് ചെയ്യണം. ഐ മീൻ അങ്ങനല്ല കേട്ടോ, കളിയിൽ കൂടുതൽ പന്ത് ഓർക്ക് കൊടുക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ട്രെൻഡും ബെല്ലിങ്ങാമിനും പറ്റിയും അനാവശ്യമായ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എനിവേ, നമ്മൾ ടോപ്പിക് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചു പോയി തോന്നുന്നു. ഞാൻ കുറെ കാര്യങ്ങളൊന്നും സംസാരിക്കണില്ല. പക്ഷേ ബയേൺ മ്യൂണിക്ക് ആസ് എ ടീം അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവരുടെ പ്ലേയിങ് സ്റ്റൈല് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. ആൻഡ് പ്ലേയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ, കെമിസ്ട്രി, അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല കാണാൻ രസമുള്ള ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമ്മളധികം ബുണ്ടസ് ലീഗ് ഒന്നും സാധാരണ കാണാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്ന ഹൈപ്പ് മാത്രമാണ് ഈ ഒരു ബയേൺ സ്ക്വാഡിനുള്ളത്. പക്ഷേ ഇന്ന് അവരത് കാണിച്ചു തന്നു. ബെർണബ്യൂവിൽ വെച്ച് റയലിനെ തോൽപ്പിച്ചു. ആൻഡ് ഇനിയുള്ളത് ബയേണിന്റെ സ്റ്റേഡിയത്തിലാണ്. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. റയലിന്റെ കേസിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് എംബാപ്പയും വിനിയും ഒക്കെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് കളിച്ചാൽ തന്നെ ഇവർക്ക് ചെറിയ ചാൻസസ് ഒക്കെ ഉണ്ട്. മറ്റൊരു ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചർ സ്പോർട്ടിംഗ് വേഴ്സസ് ആഴ്സണൽ. ഞാൻ 1 മിനിറ്റ് പോലും ഈ കളി കണ്ടിട്ടില്ല കേട്ടോ. ആഴ്സണലിന്റെ കളി കാണാൻ വലിയ താല്പര്യമില്ല. ആൻഡ് കളി 90 മിനിറ്റ് വരെ 0-0 ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് മിനിറ്റിൽ ആഴ്സണലിന്റെ സ്ഥിരം പരിപാടി, അവരൊരു ഗോൾ അടിച്ചു. ഓക്കെ, കളി 1-0 ജയിച്ചു. ഹാവേർട്സ് ആണ് ആ ഒരു നല്ല ഗോൾ അടിച്ചത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആഴ്സണൽ മാച്ചിലെ പോലെ തന്നെ ഡേവിഡ് റായ എഗെയിൻ ആൾ അത്രക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇവിടെയും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
ആഴ്സണൽ ഈസി ആയിട്ട് അങ്ങോട്ട് ജയിച്ച് അടുത്ത റൗണ്ടിന് ക്വാളിഫൈ ചെയ്യാൻ പോണില്ല എന്നുള്ളതാ. സ്പോർട്ടിങ് അവരുടെ മാക്സിമം ഒരു അപ്സെറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഒരൊറ്റ ഗോളിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. നമുക്ക് സെക്കൻഡ് ലെഗിൽ കാണാം. എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണോ കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ പ്രിഡിക്ഷൻ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.